സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണ് എന്ന നിഗമനത്തിലാണല്ലോ ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഓരോ കൊലപാതകവും ഏത് കാലത്ത് ഏത് രീതിയിൽ നടത്തി എന്ന തരത്തിലുള്ള മൊഴിയൊക്കെ സെബാസ്റ്റ്യൻ പോലീസിന് നൽകിയിട്ടുണ്ടോ? ദിവ്യ, അതായത് അത്തരം ഒരു സംഗതി നടത്തിയിട്ടുണ്ടോ സെബാസ്റ്റ്യൻ എന്നതിലേക്ക് എത്തണമെങ്കിൽ ചില പരിശോധനാ ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഈ ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം പള്ളിപ്പുറത്തേക്ക് എത്തുന്നതും ഈ അസ്ഥികൂടം ആദ്യം കണ്ടെത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ കൊടുക്കുന്ന ഒരു പരാതിയാണ് ആദ്യമായി ഈ അന്വേഷണത്തിലേക്ക് വരുന്നതും. അന്ന് ഏതാണ്ട് 3 മാസത്തോളം കാലം സെബാസ്റ്റ്യൻ തടവിൽ കഴിയുകയും ചെയ്തു. അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം അറസ്റ്റിലാവുന്നത്. അതായത് വർഷങ്ങൾ നീണ്ടുനിന്ന പല കേസുകളും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ സെബാസ്റ്റ്യൻ തന്നെ കൊലപാതകം നടത്തിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ആദ്യം കിട്ടിയ മനുഷ്യ ശരീരാവശിഷ്ടത്തിന്റെ DNA ഫലം പുറത്തു വരേണ്ടതുണ്ട്. കാരണം DNA ഫലം ലഭിക്കുമ്പോൾ മാത്രമേ അത് ജൈനമ്മയുടേതാണോ മറ്റ് കേസുകളിൽപ്പെട്ട ആരുടേതെങ്കിലുമാണോ അതല്ല ഇതിലൊന്നും പെടാത്ത മറ്റാരുടേതുമാണോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഈ ജൈനമ്മയുടെ ബന്ധുക്കൾ തിരോധാന കേസുകളിൽ ഉൾപ്പെട്ട ആളുകളുടെ ബന്ധുക്കളുടെ എല്ലാം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലം ബുധനാഴ്ച ലഭിക്കും. ഒരുപക്ഷെ വ്യാഴമോ വെള്ളിയോ ഒക്കെ അയക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബുധനാഴ്ച ലഭിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. അതൊരു നിർണായക തെളിവായി മാറും എന്നാണ്. അപ്പോൾ ഈ സാഹചര്യ തെളിവുകൾ, ഇവർ ശേഖരിച്ചിട്ടുള്ള തെളിവുകളൊക്കെ മുന്നിൽ വെക്കുമ്പോൾ അത് നിഷേധിക്കുന്ന സെബാസ്റ്റ്യൻ മുന്നിലേക്ക് ഈ DNA പരിശോധനാ ഫലം വരുന്നതോടുകൂടി അതൊരു നിർണായകമായ തെളിവായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഫലം പുറത്തു വരിക എന്നതൊരു പ്രധാനപ്പെട്ടാണ്. അതോടൊപ്പമാണ് ഇന്നിവിടെ നിന്ന് ശേഖരിച്ചിട്ടുള്ള സാമ്പിളുകൾ, ആ സാമ്പിളുകളുടെ പരിശോധനാ ഫലവും വരേണ്ടതുണ്ട്. കാരണം ഈ ശേഖരിച്ചത് അസ്ഥിയാണോ എന്നത് ആദ്യം സ്ഥിരീകരിക്കണം. ആണെങ്കിൽ തന്നെ അത് മനുഷ്യൻ്റെതാണോ, അതിന് എത്രമാത്രം കാലപ്പഴക്കമുണ്ട്, അതിൽ ആരുടേതാണ് എന്ന പരിശോധനകളിലേക്കൊക്കെ കടക്കണമെങ്കിൽ അത് കുറച്ച് സങ്കീർണത നിറഞ്ഞതാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തുരന്നെടുക്കുന്ന കുഴികളിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളുടെ പരിശോധനാ ഫലം വരാതെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു സീരിയൽ കില്ലറാണോ അല്ലാത്ത ഒരു കൊലപാതകയാണോ, അദ്ദേഹം ശോഭജനകമായ കഥകൾ നമുക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകത്തിലെ പ്രതിയാണോ എന്നതൊക്കെ സ്ഥിരീകരിക്കണമെങ്കിൽ ഇത്തരം ചില ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നെങ്കിൽ മാത്രമേ പറ്റൂ. പക്ഷേ പോലീസിന്റെ കയ്യിലുള്ള സാഹചര്യ തെളിവുകളും മറ്റു തെളിവുകളും സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ, അതായത് ഈ തിരോധാന കേസുകളൊക്കെ തെളിയിക്കാൻ, അതിന്റെ തെളിവുകൾ ലഭിക്കാൻ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ദിവ്യ, അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് 65-കാരനായ സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുമ്പോൾ സെബാസ്റ്റ്യൻ കുഴയ്ക്കുന്നു. അതിൽ സെബാസ്റ്റ്യന് വളരെ ക്രോണിക് ഡയബറ്റിക് പേഷ്യൻ്റാണ്. അദ്ദേഹം തീവ്ര പ്രമേഹ രോഗിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രമേഹത്തിൻ്റെ അളവ് പല സന്ദർഭങ്ങളിലും 400 കടക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ അന്വേഷണ സംഘവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല സന്ദർഭങ്ങളിലും ആ ശാരീരിക അവശതകൾ ഈ അന്വേഷണ സംഘത്തെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് സെബാസ്റ്റ്യൻ മുതലാക്കുന്നുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം സംശയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പ്രായമായ ഒരാളോട് ചോദ്യം ചെയ്യുന്നതിനുണ്ടാകേണ്ടുന്ന സങ്കീർണത ഒന്ന്. മറ്റൊന്ന്, ഇദ്ദേഹം തരുന്ന വിവരങ്ങൾ എത്രമാത്രം ശരിയാണ് എന്നത് ഈ അന്വേഷണ സംഘത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആദ്യം തരുന്ന വിവരങ്ങൾ പിന്നീട് മാറ്റി പറയുന്ന ഒരു രീതി ഇദ്ദേഹം സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യത്തെ ഏകോപിപ്പിച്ച് ഒരു കൃത്യമായ രീതിയിലേക്ക് എത്തിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. മറ്റൊന്ന്, ഈ DNA പരിശോധനാ ഫലം ലഭിക്കുക. ആ DNA പരിശോധനാ ഫലം ലഭിച്ചാൽ തന്നെ അത് ആരുടേതാണ് എന്നതിലേക്ക് എത്തുക എന്നതൊരു പ്രധാനപ്പെട്ട കടമ്പയാണ്. കാരണം ജൈനമ്മ തിരോധാന കേസിൽ അന്വേഷണം ഇവിടേക്ക് എത്തുന്നു, ഈ അസ്ഥികൂടം ലഭിക്കുന്നു. അസ്ഥികൂടം ജൈനമ്മയുടേതാണോ, ഐഷയുടേതാണോ, സിന്ധുവിൻ്റേതാണോ, ബിന്ദുവിൻ്റേതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ആ പരിശോധനാ ഫലം ലഭിക്കേണ്ടോ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതും അറിയേണ്ടതുണ്ട്. ഇത് ഈ ഞൊടിയിടയിൽ രക്ഷപ്പെട്ടു പോയ ചില ആളുകൾ കൂടി ഈ സെബാസ്റ്റ്യനെതിരെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിലും അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റൊന്ന്, കാലപ്പഴക്കം ചെന്ന ഒരു കേസ്, ആ കേസിനകത്ത് ഈ കുഴിയിൽ നിന്ന് എടുത്ത വസ്തുക്കൾ അത് ഈ മനുഷ്യൻ്റെതാണോ എന്ന് തന്നെ ഉറപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പോലീസ് സംശയിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇവിടെ കുറേ കുളങ്ങളുണ്ട്. അതിൻ്റെ 3 കുളങ്ങൾ ആണ് പോലീസിൻ്റെ സംശയദൃഷ്ടിയിലുള്ളതും അത് വറ്റിക്കാൻ പോലീസ് ശ്രമിക്കുന്നതും. അതിൽ ഒരു പ്രധാനപ്പെട്ട കുളം ഇപ്പോൾ വറ്റിച്ച് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ മൃതദേഹങ്ങൾ മത്സ്യങ്ങൾക്ക് ഇട്ടുകൊടുത്ത് തീറ്റിച്ചതിന് ശേഷം ഈ അസ്ഥി എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം
പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് അത്തരത്തിലെ ചില പരിശോധനകളും നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും പോലീസ് കാര്യമായ വിവരങ്ങൾ പുറത്തേക്ക് തരുന്നില്ല. നമ്മൾ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രേക്ഷകരെ ഈ വിവരങ്ങൾ നമ്മൾ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശാസ്ത്രീയ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ ഒരു പ്രതിയിലേക്ക് പോകാൻ കഴിയൂ. സാഹചര്യ തെളിവുകൾ സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴും ഈ തെളിവുകൾ കൂടി വരുമ്പോൾ മാത്രമേ നിയമത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് പ്രതിയാക്കാൻ പറ്റൂ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘം തീവ്രമായി നടത്തുന്നുണ്ട്. ദിവ്യ.